നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചത് ഇത്രയേ ഉള്ളൂ ബിക്കോസ് ഐ വാസ് വണ്ടേർഡ്. ദാറ്റ്സ് പെർഫെക്റ്റ്. അധികം നേരം കഴിഞ്ഞാൽ നീറി പൊളിഞ്ഞ് നമ്മുടെ സ്കിന്നൊക്കെ പൊളിഞ്ഞു വരും. എനിക്കിതൊന്നും ചെയ്യാനൊന്നും സമയമില്ല. എനിക്ക് തല നനച്ച് കുളിക്കാൻ വയ്യെങ്കിൽ ഇതിങ്ങനെ എടുക്കുക, ഇത് കുളിക്കും. എന്റെ നെയിൽസ് നല്ല ഭംഗിയുണ്ട്. ആൻഡ് ദ നെയിം ഇസ് 2126. കൊലുസ് എനിക്ക് ഇഷ്ടമാണ്. കൊലുസ് സെറാവെ പോലെ തന്നെ, പക്ഷെ ഇന്ന് അത്ര കോസ്റ്റ്ലി അല്ല. കണ്ടാൽ കൊതി വരും. ഈ വൈകിയ വേളയിൽ ഞാനത് മനസ്സിലാക്കി. ഞാൻ 2 മാസമായിട്ട് ഞാൻ ഒന്നും പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് മുറിക്കാനൊന്നുമില്ല. കോപ്പറിന്റെ മറ്റേ ഗ്ലാസ് ഇല്ലേ, അതിൽ ഓവർനൈറ്റ് ഇട്ട് വെക്കും. എന്തൊക്കെയാ അവിടെ പോലെ ചെയ്യില്ലെങ്കിൽ ഞാൻ തീരെ കൺസിസ്റ്റന്റ് അല്ലാത്തൊരു വ്യക്തിയാണ്. ഇതാണ് എന്റെ ഫേവറേറ്റ്. 3 സ്പ്രേ മതി ഈവനിങ് വരെ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇങ്ങനെ പറയാൻ മാത്രം അതിന് മാത്രം വീഡിയോസ് ഒന്നും നമ്മുടെ അക്കൗണ്ടിലില്ല. ഇതെന്നെ 3rd വീഡിയോ ആണ്. പക്ഷെ സ്റ്റിൽ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സ്ട്രേറ്റ് ആയിട്ട് ഞാൻ ടോപ്പിക്കിലോട്ട് വരാം. കാരണം കുറെ നേരത്തെ പണിയാണ്. ഞാൻ 2 ദിവസം മുന്നേ റൂം ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പം കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഓഫ്കോഴ്സ് നമ്മൾ റൂം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. പക്ഷേ ഞാൻ എൻ്റെ ഒരു കബോർഡ് മൊത്തം എൻ്റെ കോസ്മെറ്റിക്സും മറ്റ് ചപ്പുചവർ എന്തൊക്കെയോ സാധനങ്ങളായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് അത്രയ്ക്കൊന്നും ഇല്ല, നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ലിപ്സ്റ്റിക്കുകളൊക്കെയാണ്, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്. അപ്പോൾ ഞാനത് പാക്ക് ചെയ്തപ്പോൾ ഇല്ലേ, ഇറ്റ് വാസ് ലൈക്ക് സത്യം എന്താ പറയുക, ഞാനത് യൂസ് ചെയ്യണേ ഇല്ല. അത് ഇല്ലാണ്ട് എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എന്തിനും ഇത്ര സാധനങ്ങളെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന്ന് അൺപാക്കിംഗ് ചെയ്യാം. അപ്പൊ എനിക്ക് തന്നെ ഒരു ധാരണ ഉണ്ടായിരിക്കുമല്ലോ. I told you, there are many things and you didn't believe me. What the fuck is this? How did you buy these things, Tony? I don't know. ഇത് ഞാൻ വിറ്റ് കഴിഞ്ഞാലേ, ഇതിൽ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ ഇനി എടുത്ത് കാണിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. ഇത് ഈ LKG മുതലുള്ള സാധനം അല്ല കേട്ടോ. ഇതെല്ലാം ചപ്പച്ചവർ നമ്മുടെ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലത്തെ ക്ലിപ്പ്, തലയിലിരുന്ന സാധനങ്ങൾ, ഇതൊക്കെയാണ്. ഇഗ്നോർ ചെയ്യാം. ഇത് എനിക്ക് ഒരുപാട് മെമ്മറി ഉണ്ട്, അതുകൊണ്ട് ഇത് കഴിയാറായിട്ടുണ്ട്. പക്ഷെ ഞാനത് കളയുന്നില്ല. ഓർഗാനിക് ഹാർവെസ്റ്റിന്റെ ബ്രൈറ്റനിങ് ഫേസ് ചെയ്യും. ലിപ്സ്റ്റിക്കുകളുടെ അയ്യറുകളിയാണ്. നമ്മൾ എക്സ്പയറി ഡേറ്റ് ആയതും കഴിഞ്ഞതും കഴിയാത്തതും ഒക്കെ ഈ ലോകത്തിൽ ഉണ്ടായിരിക്കും. ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഇതൊന്നും ഞാൻ വാങ്ങിച്ചത് പോലെ എനിക്ക് അറിയുന്നില്ല. ഓക്കെ, നൗ ദിസ് ഇസ് എ പെർഫെക്റ്റ് പ്ലേസ്മെന്റ്. ഇതിന്റെ ഹെയർ സെറം ഉണ്ട്. ഇത് സ്പിക്സിന്റെ അടിപൊളിയാണ് സംഭവം. ഞാൻ ചപ്പച്ചവർ പോലെ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന നെയിൽ പോളിഷ് ആണ്. എനിക്ക് നെയിൽ പോളിഷ് ഇടാൻ നഖം പോലും ഇല്ലെങ്കിൽ നഖം കടിക്കും. അത് കാരണം ഞാൻ നെയിൽസ് ചെയ്യാം. ഐ ഡു നെയിൽസ് പാർലറിന്. അല്ലാതെ ഞാൻ ചെയ്യാറ് പോലുമില്ല. എന്നിട്ടാണ് ഞാൻ ഇക്കണ്ട നെയിൽ പോളിഷ് മൊത്തം വാങ്ങിച്ച് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ നെയിൽ പോളിഷാണ്. ഒരു ആവശ്യമില്ലാതെ എന്തിനൊക്കെയോ ഞാൻ വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാണ്. സീറം ഒക്കെയാണ് എടുക്കുന്നത് തോന്നുന്നു. എല്ലാം മിക്സ്ഡ് ആണ്. എന്നാലും ഇത് വൈറ്റമിൻ സി നല്ലതാണ് കേട്ടോ. ഡെർമാക്കോടെ ദിസ് ഇസ് അബൌട്ട് ടു ഫിനിഷ്. ഇത് എസ്റ്റേ ലോഡറിന്റെ അടിപൊളി ഫേസ് സെറമാണ്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. ഇത് ഒരു കൊറിയൻ പ്രോഡക്റ്റ് ആണ്. ഇവിടെ ദുബൈയിലെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഇങ്ങനെ കണ്ടപ്പോൾ വെറുതെ ട്രൈ ചെയ്യാൻ വിചാരിച്ച് വാങ്ങിച്ചതാണ്. കുഴപ്പമില്ല, അത്ര ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് ഗുവാഷ. ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ വല്ലപ്പോഴും എനിക്കൊരു മൂടുള്ളത് മാത്രം, അല്ലാണ്ട് ഞാൻ അതൊന്നും ചെയ്യാനൊന്നും നിൽക്കാറില്ല. ഗുവാഷ മറ്റേ മുഖത്തെ ഷേപ്പ് ഇതാക്കുന്ന, ജോലൈനൊക്കെ ഡിഫൈൻ ആക്കുന്ന ആ സാധനമാണ്. വേറെ ഒന്നും. പിന്നെ ഇതെനിക്കില്ലേ, മെട്രോയില് ഒരു പെങ്കൊച്ചിന്റെ നഖം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ ആ പെങ്കൊച്ചിനോട് പറഞ്ഞു, എന്റെ നെയിൽസ് നല്ല ഭംഗിയുണ്ട്. അത് പറഞ്ഞപ്പോൾ ആ കൊച്ചു അടുത്ത സെറ്റ് എടുത്തിട്ട് എന്നെ കൈ തന്നു. എന്നിട്ട് പറഞ്ഞു ഇത് മുകളിൽ വെച്ചോ. എന്നിട്ട് ഞാൻ കുറെ വേണ്ട തോന്നുന്നത് അതെനിക്ക് നിർബന്ധിച്ച് തന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തു. പിന്നെ ഇതെന്റെ ഇത് ഐലാഷ്. ഇതൊന്നും വെക്കാറൊന്നുമില്ല. ഓഫീസിൽ പോകുമ്പോൾ ഐലാഷ് തന്നെ വെച്ചിട്ട് പോകുന്ന നമുക്ക് സമയമില്ല. പിന്നെ ഇതും ഫേസ് സിറമാണ്. നെയിൽ പോളിഷുകൾ കണ്ടോ, നെയിൽ പോളിഷുകൾ കഴിഞ്ഞിട്ടില്ല. നഖം ഇത് ഇടാൻ. അതാണ് പണ്ട് ഞാൻ കാല് എപ്പോഴും നെയിൽ പോളിഷ് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അതിന്റെ ഒരു ഇനേഴ്ഷ്യ ഓഫ് മോഷനിൽ ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കാൻ തോന്നുമ്പോൾ നെയിൽ പോളിഷ്. പിന്നെ ഇത് കുങ്കുമാതി കേട്ടോ. ഇതല്ലേ, ഇതെനിക്ക് 2-3 വർഷം മുന്നേ എന്റെ കോളേജിൽ ലാസ്റ്റ് ഇയർ ആയിട്ട് മനസ്സിലായിരിക്കും. അപ്പൊ എനിക്ക് പ്രൊമോഷൻ വന്നൊരു പ്രൊഡക്റ്റ് ആണ്. പക്ഷേ നല്ലതാണത്. ഇത് കുങ്കുമാതി സെറം മറ്റേ വണ്ടർ ഹെർബൽസിന്റെ ആണ് കേട്ടോ. ഞാൻ മറ്റേ ബാലു ഹെർബൽസിന്റെ യൂസ് ചെയ്തിരുന്നു. എനിക്ക് വണ്ടർ ഹെർബൽസിനെ കുറച്ചുകൂടി ഇഷ്ടമായത്. പിന്നെ ഇതൊക്കെ ഫൗണ്ടേഷനുകളാണ്. പിന്നെ ഇത് ഒരു അണ്ടർആംസ് റോൾ ഓൺ ആണ്, ഫിഷ് കെയർ അണ്ടർആംസ് റോൾ ഓൺ. ഇതും എൻഷാൻഡറിന്റെ ഒരു അണ്ടർആംസ് റോൾ ഓൺ ആണ്. ഇതും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. എസ്റ്റലെഡോന്റെ ഇത് മിൻസായിരുന്നു കേട്ടോ, ഭാഗ്യത്തിൽ പോയിട്ടില്ല. സോ ഇതും നൈറ്റ് റിപ്പയർ സെറം ആണ്. പക്ഷെ അവർ രാവിലെ ഉപയോഗിച്ചോളാൻ പറഞ്ഞിരുന്നു. ആൻഡ് ഞാൻ ഡെയിലി ഓഫീസിൽ പോകുമ്പോൾ ഈ സെറം യൂസ് ചെയ്തിട്ടാണ് പോവാറ്. ഇതിന് പക്ഷേ ഇത് ഭയങ്കര കോസ്റ്റ്ലി. നമ്മൾ അനാവശ്യമായിട്ട് ഇടുന്ന പോലെയൊക്കെ തോന്നും. നമുക്ക് കുറച്ച് കഴിഞ്ഞല്ലോ, നമുക്ക് സാമ്പത്തിക മാന്യം വരുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോകും. അല്ലാത്ത സമയം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു കൊറിയൻ പ്രോഡക്റ്റ് ആണെന്നുള്ളത്. ഇവിടുത്തെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഞാൻ വാങ്ങിച്ചതാണ്. ഇതിന്റെ പേര് മിയോസം. ഇതാണ് ഇതിന്റെ സ്പെല്ലിംഗ്. അത് എങ്ങനെ കാണിച്ച മിറർ ആണല്ലേ. ഇല്ല, ഇത് അത്ര സ്പെസിഫിക്കലി ഒന്നുമില്ല. ഇതൊരു ക്ലേ മാസ്ക് ആണ്. ഇതൊരു സിറം, ഒരു ടോണർ. പിന്നെ ഒരു ഫേസ് വാഷ് ഉണ്ട്. ഫേസ് വാഷ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് കഴിയും. പിന്നെ ഇത് മറ്റേ ബ്രോ സ്റ്റെൻസിൽ കിറ്റ്, നമ്മൾ ഐബ്രോസ് ഇതാക്കില്ലേ. പക്ഷെ ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല. കാസ്റ്റർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കോൾഡ് പ്രസ് കാസ്റ്റർ ഓയിൽ തന്നെ യൂസ് ചെയ്യണം. കാസ്റ്റർ ഓയിൽ എനിക്ക് യൂസ്ഫുൾ കേട്ടോ. നമ്മുടെ ഐലാഷസിനും അതേപോലെ ഐബ്രോസും വളരാൻ കാസ്റ്റർ ഓയിൽ ഇസ് ഗുഡ്. എനിക്ക് എഫക്റ്റീവ് ആയിരുന്നു. പക്ഷെ കുറച്ച് ടാസ്ക് ആണ്. എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും വരില്ല. ഒരു 6 മാസമൊക്കെ നമ്മൾ പണിയെടുക്കണം, എന്നാലേ വരുള്ളൂ. പിന്നെ ഇത് മറ്റേ ഡെർമാക്കോടെ തന്നെ നിയാസിനാമൈഡ് ആയിരുന്നു 10%. ഇത് ഇത് കഴിഞ്ഞതാട്ടോ. ഇത് വേണ്ട, കഴിഞ്ഞതൊക്കെ നമുക്ക് ഒഴിവാക്കാം. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ ഇത് ഒഴിവാക്കാത്തത് നമുക്ക് പിന്നെ വാങ്ങേണ്ട വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒഴിവാക്കുക. അപ്പത്തേക്ക് ഞാൻ മറന്നു പോകും ഇതിന്റെ പേരെന്താണ്. അപ്പൊ പിന്നെ വാങ്ങേണ്ട സാധനങ്ങൾ ഞാൻ എടുത്ത് വെക്കുന്നതാണ് കുപ്പി. അങ്ങനെ ഇതൊക്കെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഇതൊക്കെ വാസലിന്റെ പലതരം വാസലിന്റെ മോയ്സ്ചറൈസറുകൾ ഉണ്ട്. അയ്യോ, ഇത് എൻഷാൻഡറിന്റെ നമ്മുടെ നോർമൽ പൗഡർ. ഇതിന്റെ സ്മെല്ല് എനിക്ക് പണ്ട് മുതലേ ഈ പിങ്ക് ആണ് ഇഷ്ടം. ഇത് ഞാൻ എപ്പോൾ വാങ്ങിയതാന്ന് പോലും എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല.
ഇതിങ്ങനെ ലിപ് ലൈനറുകളാണ്. ഒരു 10-12 ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. നൈറ്റ് ക്രീമാണ് ഇത്. ഞാൻ നൈക്കെന്ന് വാങ്ങിച്ചതാണ് നമ്മുടെ നാട്ടിൽ നിന്ന്, കൊച്ചിയിൽ നിന്ന്. എന്തായാലും തൊട്ടാ പൊള്ളുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഞാനിത് അതധികം ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. ഞാൻ എടുത്ത് വെച്ച് യൂസ് ചെയ്യും, പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് മറ്റേ വാസ്ലിൻ, നമ്മൾ പെർഫ്യൂം ഒക്കെ ഇടുന്നതിന് മുന്നേ ബേസ് കോട്ട് അടിക്കുന്ന സാധനം. അല്ലെങ്കിൽ ഞാൻ പെർഫ്യൂംസ് കൂടെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കാണിക്കാം. ഇത് 4-5 പഫ് കൂടെ ഉള്ളൂ. ഇത് മയോപ്പിയുടെ പെർഫ്യൂമാണ്. ഇത് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് വാങ്ങിച്ചത്, ഗിഫ്റ്റ് ചെയ്തതാണ്. ആൻഡ് ദാറ്റ് ഇസ് വെൻ ഐ സ്റ്റാർട്ടഡ് യൂസിങ് മയോപ്പിയാണ് ഇപ്പൊ എന്റെ ഫേവറേറ്റ്. പക്ഷെ ദുബായിൽ കിട്ടാനില്ല. നാട്ടിൽ നിന്ന് വരുമ്പോൾ ആണ് ആരെങ്കിലും കൊടുത്തേക്കാൻ ഉള്ളൂ, അല്ലാണ്ട് നമുക്ക് കിട്ടില്ല. നാട്ടിൽ പോകുമ്പോൾ വാങ്ങിക്കാനൊക്കെ പറ്റുള്ളൂ. പക്ഷെ ഇത് പെട്ടെന്ന് കഴിയൊന്നുമില്ല, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ കോസ്റ്റ് എഫിഷ്യന്റ് ആണ്. നമുക്ക് ഭയങ്കര ഓവർ പ്രൈസ്ഡ് അങ്ങനെയൊന്നുമില്ല. അന്ന് എത്ര ചിലപ്പോൾ നല്ല ബ്രാൻഡഡിനേക്കാളും ഒക്കെ കൂടുതൽ ലാസ്റ്റിംഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല ക്വാളിറ്റി ഉള്ള പെർഫ്യൂമാണ്. എനിക്ക് ശരിക്കും ഇവിടെ വന്നിട്ട് മിസ് ചെയ്യുന്ന ഒരു സംഭവം മയോപ്പിയുടെ ഒരു പെർഫ്യൂമാണ്. പിന്നെ ഇത് ഇവിടെ ഉള്ള എന്റെ ഒരു പെർഫ്യൂമാണ്, കവാലി ഗോൾഡ്. ഇതെല്ലാം അറിയുന്നൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇതും ഇവിടെ ഉള്ള മാൽഡീവ്സ് ബ്ലാക്ക് ഊഡ്. It's like a normal perfume. And it's my favorite perfume. 212 Sexy. ഇത് അത്യാവശ്യം ഒരു ആവറേജ്. കുറെ പെർഫ്യൂംസ് ഒക്കെ കുറെ എക്സ്പെൻസീവ് ആയ പെർഫ്യൂംസ് വാങ്ങുന്നവർക്ക് ഇത് ലൈക്ക് വലിയ എക്സ്പെൻസീവ് ആവില്ല. പക്ഷെ എനിക്കിത് എക്സ്പെൻസീവ് ആണ്. ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ഒരു 30,000 രൂപയ്ക്കൊന്നും ഞാൻ പെർഫ്യൂം വാങ്ങിക്കാറില്ല. അപ്പോൾ ഇറ്റ്സ് എക്സ്പെൻസീവ് ഫോർ മീ. ആൻഡ് ഇതിന്റെ സ്മെല്ല് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ആൻഡ് ദ നെയിം ഇസ് 212 Sexy. പിന്നെ ഇത് ഒരു പെർഫ്യൂമാണ് വിച്ച് ഇസ് ഗുഡ്. ആൻഡ് അത് ഇതും പിന്നെ അതേപോലെ ഈ സെഷയും വിച്ച് ഇസ് ഗുഡ്. ബട്ട് മേ ബി I'll not use this anymore due to personal reasons. ഇത് നൂലേടി നമ്മുടെ കോമൺ നമ്മൾ നാട്ടിലും യൂസ് ചെയ്യുന്ന അതിന്റെ ഒറിജിനൽ ആണ്. ഇതെന്താ അറിയോ, എത്ര കോമൺ അല്ല. പക്ഷെ ഞാൻ നമ്മൾ ഈ കളർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമൊന്നുമില്ല. ഞാൻ വെറുതെ എന്റെ ഒരു കുന്തളത്തിന് വാങ്ങിച്ചു വെച്ചോന്നേ ഉള്ളൂ. നമ്മൾ തലയിലൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ഫില്ല് ചെയ്യില്ലേ നമ്മുടെ ഐബ്രോസ്. പക്ഷെ ശരിക്കും ആവശ്യമില്ല. എന്ന് വെച്ചാൽ കഷന്റെ കളറൊക്കെ ഫില്ല് ചെയ്യുന്നൊക്കെ യൂസ് ചെയ്യാൻ വേണമെങ്കിൽ ഇത്. പിന്നെ ഇത് എന്തിനാന്ന് വെച്ചാൽ വലിയ എനിക്ക് പ്രയോജനം അറിയില്ല. പക്ഷെ 2 ഉണ്ട് കയ്യിൽ. നമ്മുടെ മൗത്ത് സ്പ്രേ. ഇതെല്ലാം നെയിൽ പോളിഷ് ഉണ്ട്. പിന്നെ ഒരു 5000 നെയിൽ പോളിഷ് വാങ്ങിച്ചാൽ നമുക്ക് ബോറടിക്കും. 30% AHA പ്ലസ് 2% BHA ഫേസ് ABCD ഒക്കെ പീലിംഗ് സൊല്യൂഷൻ ആണ്. റെഡ് കളറും മറ്റേ അധികം നേരം കഴിഞ്ഞാൽ നീറി പൊളിഞ്ഞ് നമ്മുടെ സ്കിന്നൊക്കെ പൊളിഞ്ഞു വരും. പക്ഷെ പീലിംഗിന് നല്ലതാണ്. ഐ മീൻ ലൈക്ക് വൺസ് ഇൻ 10 days ഒക്കെ യൂസ് ചെയ്യാം. സ്കിൻ ബാരിയർ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഒരുപാട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ബാരിയറിനേക്ക് ഇത് എഫക്ട് ചെയ്യാനും മതി. പിന്നെ ഞാൻ പ്രോപ്പർ അഡ്വൈസോട് കൂടെയാണ് യൂസ് ചെയ്യണത്. അതുകൊണ്ടാണ് എനിക്ക് ഇതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളില്ലാത്ത. പക്ഷെ എനിക്ക് പിമ്പിൾസ് ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്നെയിൽ മ്യൂസിൽ മറ്റേ ഇത് പെർഫ്യൂമാണ്. ഇതൊക്കെ ഏതാ പെർഫ്യൂംസ്? ഇതൊക്കെ ഞാൻ നോർമലി അവിടെ നിന്ന് ഇവിടുന്നൊക്കെ സ്മെല്ല് ഇഷ്ടമായിട്ട് വന്ന പെർഫ്യൂമാണ്. ഞാൻ പ്രത്യേകിച്ച് ബ്രാൻഡഡ് ഒന്നല്ല. ഇത് ലിപ് സ്ക്രബ് ആണ്. ഇത് മറ്റേ എണ്ണ ഇടാതെ ആക്കാം. പിന്നെ ഇത് നമ്മുടെ ഹെയർ കളർ മറ്റേ ഇങ്ങനെ ആക്കുന്നത്. ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഞാൻ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. വാങ്ങിച്ച സ്ഥിതിക്ക് നമ്മൾ ചെയ്യണമല്ലോ അങ്ങനെ. ഇതൊക്കെ ഫൗണ്ടേഷൻ തന്നെയാണ് ഓരോന്ന്. പിന്നെ ഇത് ലിപ് ബാം ആണ്. ദിസ് ഇസ് മെഡിക്കേറ്റഡ് പെർഫ്യൂം, കുഞ്ഞു പെർഫ്യൂം. ഇത് സ്കോട്ട്ലൻഡിൽ നിന്ന് ചേച്ചി കൊണ്ടുവന്ന പെർഫ്യൂം ആണ്. നല്ല മണമാണ്. ബോഡി ക്രീം നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ എല്ലാവരും വരുമ്പോൾ കൊണ്ടുവന്ന. ലോഷൻ ഇതുപോലെ കുറെ ഉണ്ടായിരിക്കും. പിന്നെ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒന്ന് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നിവ്യ ആയിരിക്കും യൂസ് ചെയ്യണം കൂടുതൽ. പിന്നെ ഇതും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സെറാവെ യൂസ് ചെയ്യുന്നുണ്ട്. സെറാവെ പക്ഷെ എന്താ വെച്ചാൽ നമുക്കിങ്ങനെ തോന്നിയ പോലെ വാരി അങ്ങോട്ട് ഇടാനായിട്ട് ഭയങ്കര കോസ്റ്റ്ലിയാണ് സെറാവെ. അപ്പൊ എനിക്ക് അങ്ങനെ ഇടാൻ തോന്നില്ല. ഷാമ്പു ആണോ അത് കണ്ടീഷണർ ആണോ? ഇത് ഷാമ്പു ആണ്. ഇതും ബാരനാറ്റമിയുടെ ഷാമ്പു ആണ്. ഇതിൽ വന്നതല്ലാട്ടോ, പക്ഷെ ഇതിലെങ്ങനെയോ വന്നതാണ്. പിന്നെ ഇത് ബാത്ത് ആൻഡ് ബോഡിയാണ്. പക്ഷെ ഇത് ഒരു കുറച്ച് പൗഡർ, കുറച്ച് എന്താ പറയാ, അമ്മമാരുടെ ഒക്കെ സ്മെല്ലാണ്. പിന്നെ ഇതാണ് എന്റെ ഫേവറേറ്റ് സൺസ്ക്രീനുകളിലെ ഒന്ന്. ഡോട്ട് ആണ് എന്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ. ഇതിന്റെ മഞ്ഞയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ദിസ് ഇസ് വിത്ത് നൈസിനാമൈഡ്. പക്ഷെ മറ്റേ മഞ്ഞ എനിക്ക് തോന്നുന്നു ലെമൺ ആണോ പൈനാപ്പിൾ എന്തോ ആണ്. പക്ഷെ അത് ഭയങ്കര വാട്ടറിയാണ്. എനിക്ക് ഗ്ലോയി ഫിനിഷ് ഇഷ്ടം. അപ്പൊ മഞ്ഞ ഇസ് വെരി ഗുഡ്. ദിസ് ഇസ് ഓൾസോ ഗുഡ്. ഇനി ഇത് മിസ്റ്റുകളാണ്. ബോഡി മിസ്റ്റ് ഡാർക്കസ്റ്റ് നമുക്ക് കുറെ കോമൺ ആണിത്. ബാത്ത് ആൻഡ് ബോഡിയുടെ ആണ്. പിന്നെ ചെറി ബ്ലോസം ബാത്ത് ആൻഡ് ബോഡിയുടെ. ദിസ് ഇസ് ഹാങ് ഓവർ 3-in-1. ഇതെന്റെ ലൈഫ് സേവർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. യു ഷുഡ് സീ ദിസ്. ഇത് ഭയങ്കര കാണിച്ചില്ല. അയ്യോ, ഇത് നമ്മുടെ ലുലുല് നൈക്കിന്ന് വാങ്ങിച്ചതാണ്. ഹാങ് ഓവർ 3-in-1 സെറ്റിംഗ് സ്പ്രേ ആണ്. പ്ലസ് അതിന്റെ കൂടെ ഇത് പ്രൈമർ ആയിട്ടും അതേപോലെ ഒരു ഗ്ലോ ഇല്ലേ, നമ്മൾ ഹൈലൈറ്റർ ഇടണ്ട. എന്ന് വെച്ചാൽ ഹൈലൈറ്റർ ഇടണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ ഗ്ലിറ്ററി എഫക്ട് ഒന്നുമില്ല. പക്ഷെ ഫേസ് ഇങ്ങനെ ഗ്ലോ ചെയ്യും. അത് രാവിലെ ഇട്ട് നമുക്ക് ഈവനിങ് വരെ ഒരു 3 സ്പ്രേ മതി. ഈവനിങ് വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അടിപൊളി പ്രൊഡക്റ്റ് പറഞ്ഞാൽ നല്ല പൈസ ഉണ്ട്. ഈ ഒരു ബോട്ടിൽ തന്നെ അത്യാവശ്യം ഇറ്റ്സ് കോസ്റ്റ്ലി, ബട്ട് ഇറ്റ്സ് റിയലി ഗുഡ്. അത്ര കോസ്റ്റ്ലി ഒന്നും നമുക്ക് കോസ്റ്റ് എഫിഷ്യന്റ് ആണ് ഇത്. സോ ഇറ്റ്സ് വർത്ത് ട്രൈ അല്ല, ഇറ്റ്സ് വർത്ത് യൂസിങ് എവറി ഡേ. ഇതൊക്കെ എന്തൊക്കെയോ കൊളാജൻ മാസ്കോ അങ്ങനെ എന്തൊക്കെയാണ്. ഞാൻ യൂസ് ചെയ്യാറൊന്നുമില്ല. ഇത് നമ്മുടെ ഹെയർ വാക്സ് സ്റ്റിക്ക്. ഇങ്ങനെ കുളിക്കാത്തവർക്കാട്ടോ, ഞാൻ യൂസ് ചെയ്യാറില്ല. കുളിച്ചാലും നമ്മൾ ഓവറായിട്ട് ഷാമ്പൂ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി ഇങ്ങനെ പറപടാനൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിലേക്ക് സെറ്റ് ചെയ്തൊക്കെ വെച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്സ് സ്റ്റിക്ക് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതൊക്കെ നമ്മൾ മോയ്സ്ചറൈസർ ഇതിൽ പെടുന്നതാണ്. ഇത് ആഫ്റ്റർ ബാത്ത് ഒരു ഹെയർ മോയ്സ്ചറൈസർ ആണ് പാരച്യൂട്ടിന്റെ.
ആൻഡ് ദിസ് നമ്മൾ 2 സെക്സി കഴിഞ്ഞാൽ പിന്നെ എന്റെ ഫേവറേറ്റ് ഇത് പ്യുവർ സെഡക്ഷൻ വിക്ടോറിയ സീക്രട്ട് പ്യുവർ സെഡക്ഷൻ. ഇത് ഭയങ്കര വൈൽഡ് ആണ്, പക്ഷെ ഇത് ഭയങ്കര അടിപൊളിയാണ്. ഇറ്റ്സ് ഗുഡ്. ഓക്കെ, ഇത് ഡ്രൈ ഷാംപൂ ആണ്. അതായത് കുളിക്കാൻ നിങ്ങൾക്ക് തല നനച്ച് കുളിക്കാൻ വയ്യെങ്കിൽ ഇതിങ്ങനെ എടുക്കുക, ഇത് കുലിക്കുക, ഇതിങ്ങനെ അടിക്കുക, അപ്പൊ ഒരു വൈറ്റ് കളർ വരും. അപ്പൊ നമ്മളത് കോംബോ വെച്ചിട്ട് ഇങ്ങനെ ചീകി കൊഴുക്കുക, അപ്പൊ നമുക്ക് ഒട്ടില്ല. അപ്പൊ നമുക്ക് സിൽക്കി സ്മൂത്ത് ഹെയർ, ഇങ്ങനെ പാറി പറക്കുന്ന ഹെയർ കിട്ടും എന്നാണെന്ന് മാത്രമല്ല, അങ്ങനെയാണ് ശരിക്കുമാണ്. പിന്നെ ഇതൊക്കെ ഞാനില്ലേ നമ്മുടെ ഗ്ലോബൽ വില്ലേജ് പോയപ്പോ അവിടെ ഈജിപ്ഷ്യൻ ആ ഏരിയന്ന് ഇവിടുന്ന് വാങ്ങിച്ച ഒരു ബോഡി സ്ക്രബാണിത്. ഇതിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നെ, ഇത് ഇങ്ങനെ കണ്ടാൽ കൊതി വരും. സ്മെല്ല് അതിനേക്കാളും അടിപൊളി. ഇതിന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തോ ഒരു സാധനം അതിന്റെ തന്നെ ഉണ്ട്. പിന്നെ ഇതെല്ലാം പെർഫ്യൂംസും ഇത് ഇങ്ങനെയൊക്കെ പെർഫ്യൂംസ് ഒക്കെയാണ്. പിന്നെ ഇതൊരു കാസ്റ്റർ ഓയിൽ. ഇത് എനിക്ക് അധികം ഇൻട്രസ്റ്റ് ഇല്ല, കാരണം ഇത് കോൾഡ് പ്രസ്ഡ് അല്ല. പക്ഷെ ഇത് ഞാൻ എന്തിനാ വാങ്ങി ചോദിച്ചാൽ എനിക്കറിയില്ല, ബോധവും ഉപ്പൊക്കെ ഇല്ലാണ്ട് വാങ്ങിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുള്ളൂ. ഇത് സെറ്റഫിലിന്റെ, ഇത് സെറാവേ പോലെ തന്നെ, പക്ഷെ ഇന്ന് അത്ര കോസ്റ്റ്ലി അല്ല. അങ്ങനെയുള്ളതാണ് സെറ്റഫിലിന്റെ ഈ അഡ്വാൻസ്ഡ് മോയ്സ്ചറൈസിംഗ് ലോഷൻ, സെറ്റിംഗ് സ്പ്രേ, ഹെയർ സ്പ്രേ. പിന്നെ ഇതൊരു പെർഫ്യൂം ആണ്. ഇത് വലിയ ഗുണമില്ല, പക്ഷെ ഇത് കോമ്പിനേഷൻ ആക്കി അടിച്ച സൂപ്പറാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് കയ്യില് സാമ്പാറിന്റെ ഒക്കെ മണുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതടിക്കും. ഇത് അത്യാവശ്യം കുറച്ചെല്ലാം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതിന്, പക്ഷെ ഇറ്റ്സ് ഓക്കെ, എന്ന് കൊള്ളില്ല. പിന്നെ ഇത് നമ്മുടെ ഫേസ് മസാജർ ആണ്. ഈ ഫൗണ്ടേഷൻ ആദ്യയുടെ ഫൗണ്ടേഷൻ ആണ്. കളർ ചേഞ്ചിങ് ഫൗണ്ടേഷനോ അങ്ങനെ എന്തോ ഇല്ലേ, അതാണിത്. നല്ല കേട്ടോ, ആക്ച്വലി നല്ലതാണ്. ഇറ്റ് ലുക്സ് ലൈക്ക് ചൈനീസ് പ്രൊഡക്റ്റ്, കൊറിയൻ പ്രൊഡക്റ്റ്. പക്ഷെ എനിക്ക് അറിയില്ല ഇത് ഇവിടെ എവിടെ വാങ്ങിച്ച ആദ്യയുടെ ആവുകൊണ്ട് ഐ ഗസ് ഇറ്റ്സ് ഗുഡ്. പിന്നെ എഫക്ട് നല്ലത്, റിസൾട്ട് ഗുഡാണ് ഇതിന്റെ, നല്ലതാണ്. വല്ലാണ്ട് വൈറ്റ് കാസ്റ്റ് ഒന്നും അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. സാധനം യൂസ് ചെയ്യാനും അടിപൊളിയാണ്, കുറെ നേരം ലാസ്റ്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് ഇതിന്റെ ബ്രാൻഡ് ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് എനിക്ക് ഏതാണെന്ന് അറിയില്ല. ഇനിയിപ്പോ അവളുടെ അടുത്ത് ഞാൻ എടുത്തിട്ടാണ് വന്നതാ. എന്തോ കൊളാജനോ എന്തോ ക്യാപ്സ്യൂളാണ്. ഞാൻ ആകെ ഒരു തവണ യൂസ് ചെയ്തിട്ടുള്ളൂ, എനിക്ക് ഇഷ്ടപ്പെടുകയൊന്നും ചെയ്യില്ല. പിന്നെ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞൾപ്പൊടിയും കടലമാവും കൂടെ, കടല മറ്റേ ബേസൻ അതും മിക്സ് ആണ്. കഴിയാറായി. ഞാൻ യൂസ് ചെയ്യണമെന്നുണ്ടോന്ന് ചോദിച്ചാൽ യൂസ് ചെയ്യാനുണ്ട്, അല്ലാണ്ട് ഇത് കഴിയില്ലല്ലോ. പക്ഷെ ഇത്രയും കൊണ്ടുവന്നിട്ടുള്ളൂ, എന്നാൽ ഞാൻ 8 മാസം കൊണ്ട് ഇത്ര യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മള് പിങ്ക് കളർ പരിപ്പില്ലേ, അത് പൊടിച്ചതാണിത്. അത് പൊടിച്ചിട്ട് മുഖത്തിട്ട് കഴിഞ്ഞാൽ വെളുത്ത് തുടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് മഞ്ഞളാണ് ഏറ്റവും നല്ലത്. അതിന് നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് ശരിക്കും ഫീൽ ചെയ്യണമെങ്കിൽ ശരിക്കും മഞ്ഞൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കിതിന് ഇരിക്കാനുള്ള ഒരു ഡെഡിക്കേഷൻ കുറവാണ്. നമുക്ക് ഈ കാര്യത്തിൽ നമ്മൾ എന്താ പറയുക, ശരിക്കും ഇരിക്കണം. അതുമ്പിൽ സമയം നമ്മൾ കളയണം. വെറും സ്കിൻ കെയർ ആണെങ്കിലും അത് കളയണം. പക്ഷെ ഞാൻ ചെയ്യില്ല, എനിക്ക് ഞാൻ തീരെ കൺസിസ്റ്റന്റ് അല്ലാത്തൊരു വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് അത് പറ്റാറില്ല. ഇത് ഗുച്ചിയുടെ ഒരു പെർഫ്യൂമാണ്, പക്ഷെ എനിക്ക് അതിന്റെ മണം തീരെ ഇഷ്ടമല്ല. ഇറ്റ്സ് നോട്ട് ഫോർ വിമൻ. ഇത് യൂണിസെക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ യൂണിസെക്സിനെക്കാളും ദിസ് ഇസ് ലൈക്ക് മോർ ഫോർ മെൻ. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ല, അതിന്റെ സ്മെല്ലും എനിക്ക് ഇഷ്ടമില്ല. പിന്നെ ഇതിന്റെ ഫേവറേറ്റ് മസ്കാരയാണ് കളർ ബാറിന്റെ മസ്കാര. പക്ഷെ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര അതും ഒരു ഗുഡ് മസ്കാരയാണ്. അത് പക്ഷെ അങ്ങനെ ബ്രാൻഡ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ക്വാളിറ്റി വൈസ് എനിക്ക് അറിയില്ല, പക്ഷെ പെർഫോമൻസ് വൈസ് അടിപൊളിയാണ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യണത്. ബാമ, മോതിരങ്ങള്, അങ്ങനെ എന്തൊക്കെയോ അതെല്ലാം വേറെ ഉണ്ട്. ഇതൊരു ഗുഡ് മസ്കാരയായിരുന്നു. ഞാൻ നല്ല വോളിയം മസ്കാര മാത്രമേ വാങ്ങിക്കുള്ളൂ. എനിക്ക് ഇങ്ങനെ വോളിയം ആക്കിയിടാൻ ഇഷ്ടം. കുഞ്ഞിക്ക ബാഗുകൾ കാണാൻ കൂട്ടൊക്കെ ഇതിലൊരു ലോകം മൊത്തം ഉണ്ട്. പക്ഷെ ഇതിലിപ്പോ കാണിക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓഫ് കോഴ്സ് ഇതിനെ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് കണ്ടുവരും, അല്ലാത്തവർക്ക് ഇത് കണ്ടുവരില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും കാണിക്കുന്നില്ല, ഇനിയിപ്പോ എന്തിനാ ഇതും കൂടെ കാണിക്കണം. ഇതൊരു നൈറ്റ് ക്രീം ആണ്. പിന്നെ ഇത് കണ്ടീഷണറാണ്. ഇതിൽ വരേണ്ടതല്ല, പക്ഷെ ഇതിൽ വന്നിരിക്കുന്നു. പിന്നെ ഇത് എന്റെ സെറ്റിംഗ് പൗഡർ ആണ്. വെറ്റ് വൈപ്സ്, നെയിൽ പോളിഷ് റിമൂവർ, ഭസ്മം. ഇതൊക്കെ എന്റെ സൺഗ്ലാസ് ആണ്. ഇതിന്റെ ലെക്കോസ്റ്റിന്റെ സൺഗ്ലാസ് ആണ്, ഫസ്റ്റ് കോപ്പിയാണ്. ഇത് ബോഡി ഓയിലാണ്. സ്മെല്ലെന്ന് പറഞ്ഞാൽ ഇത് ലാസ്റ്റ് ചെയ്യും. അതേപോലെ എന്താ ഈജിപ്ഷ്യൻ ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് സ്പ്രേ. വേറൊരു പെർഫ്യൂമാണ്. ഇത് പൗഡറി സ്മെല്ലാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് നിങ്ങൾ എന്തായാലും വാങ്ങിക്കണം ഞാൻ പറയും. ഇത് ബേർ അനാട്ടമിയുടെ റോസ്മേരി വാട്ടർ ആണ്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ആഴ്ചയായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യണുള്ളൂ. പക്ഷേ നമുക്കില്ലേ വളർന്നു അങ്ങനെ തളച്ചു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വ്യത്യാസമുണ്ട്. നമുക്ക് മുടി കുറച്ച് കുറയണ പോലെയോ അല്ലെങ്കിൽ മുടി കുറച്ച് ഇങ്ങനെ എന്തൊക്കെ അവിടെ പോലെ ഇങ്ങനെ ഇവിടെ ഒരു ഫീലിംഗ് ഉള്ള പോലെ ഫീൽ എനിക്കിങ്ങനെ വരുന്നുണ്ട്. എനിക്കൊന്ന് പറഞ്ഞിട്ട് പോകുമെന്നറിയില്ല, എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് പോകാറുണ്ട്. അപ്പൊ അത് കാരണം ഞാൻ അങ്ങനെ ഉറപ്പ് തരുന്നില്ല, പക്ഷെ ഇങ്ങനെ ആവട്ടെ. ഇത് മറ്റേ കളർ, ഐലാഷ് കളർ, ആകെപ്പാട് ഒരു തവണ ജീവിതത്തിലേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് നേരില്ല. ഞാനൊക്കെ ഓഫീസിൽ പോകുന്നത് ഓടിക്കതച്ചാണ്. എനിക്കിതൊന്നും ചെയ്യാനൊന്നും സമയമില്ല. രാവിലെ എല്ലാവരും ഉച്ചയ്ക്കാണെങ്കിൽ അപ്പോഴും ഇല്ല. ഇനിയിപ്പോ 4 മണിക്ക് എനിക്ക് ഓഫീസിൽ എത്തിയാൽ മതിയെങ്കിൽ ഞാൻ 3:30 റെഡി ആവാൻ തുടങ്ങുള്ളൂ. അപ്പോഴും എനിക്കിതിന് സമയമില്ല. സൺഗ്ലാസുകളാണ്. ഇത് എന്റെ ഫേവറേറ്റ്. ഇത് ഭയങ്കര ഫാൻസി തോന്നിയിട്ട് ഞാൻ അങ്ങോട്ട് വാങ്ങിയതാണ്. ഐഷയുടെ പാലറ്റ്.
ഇതിൽ ആകെ ഐ ഓൺലി യൂസിങ് ദീസ് 2 കളേഴ്സ് ഫ്രം ദിസ്. വി ഡോണ്ട് ഹാവ് ടൈം. പിന്നെ ഇതിൽ 3 ബ്ലഷും കൂടി ഉണ്ട് കേട്ടോ. ഇത് അടിപൊളി സംഭവമാണ്, ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് ഇത് അടിപൊളിയാണ്. പക്ഷെ ഇത് ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് നേരോ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തവർക്ക് ഇതിങ്ങനെ വാങ്ങാനുള്ള ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളെങ്കിൽ ഇങ്ങനെ ഇരിക്കാം, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിന് ഞാൻ ഭയങ്കര പാക്കിങ്ങിലൊക്കെ കൊണ്ടുനടക്കണം. അതിന്റെ പാക്കിംഗ് പോലും ഞാൻ മാറ്റിയിട്ടില്ല, കാരണം എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ കളറും. സൺസിൽക്കിന്റെ സിറമാണ്. സൺസിൽക്കിന്റെ സിറാണോ നല്ലത്, സ്ട്രിക്സിന്റെ സിറാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും രണ്ടും നല്ലതാണ്. പക്ഷേ സൺസിൽക്കിന്റെ കുറച്ചും കൂടെ ഒരു ഷൈനിങ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതൊക്കെ നമ്മുടെ പൊട്ട് പറ്റേണ്ട ഇതിൽ വീഴാത്ത മലയാളി ചക്കന്മാരുണ്ടെന്നൊക്കെ പറഞ്ഞ് പൊട്ട് വാങ്ങി വെച്ചതാണ്, ഇടാറുമില്ല ഒന്നും. പിന്നെ ഓഫീസിൽ ഞാൻ ഫോർമൽസ് ഒക്കെ ഇട്ടിട്ട് പോകുമ്പോൾ ഞാൻ മലയാളി ചക്കന്മാരുണ്ടെന്നൊക്കെ പൊട്ടിട്ട് പോകും. ഇല്ല, ഇവർക്ക് കണ്ണടിയില്ലാണ്ട് കണ്ണ് കാണാൻ പറ്റില്ല. ഷീ ഈസ് ലൈക്ക് ദിസ് ഇൻ ഹർ 30+. I am like this in my 27, but I'm more sick than her that time, like literally. മല്ലികളെ തന്നെ സൂപ്പർ അടിപൊളിയാന്നൊക്കെ പറയുന്നു. തിന്നും, രാവിലെ മുതൽ ഇരുന്ന് തിന്നും, എന്നിട്ട് ജിമ്മിൽ പോകാൻ വയ്യ. എന്നിട്ട് ഈ മല്ലി വെള്ളമൊക്കെ ഇങ്ങനെ മറ്റേ കോപ്പറിന്റെ മറ്റേ ഗ്ലാസ് ഇല്ലേ, അതിൽ ഓവർനൈറ്റ് ഇട്ട് വയ്ക്കും. എന്നിട്ട് രാവിലെ ഈ മല്ലി ചൂടാക്കി കുടിക്കും ആ വെള്ളം. എന്നിട്ട് പറയും ഇറ്റ്സ് ഗുഡ് ഫോർ വെയിറ്റ് ലോസ്. എന്നിട്ട് ഓരോ ആഴ്ച കൂടുന്തോറും 2 കിലോ വെച്ചാണ് കൂടുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. വ്യത്യാസം ഇല്ല, പരന്ന് വരുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഒരു 3-4 ദിവസമായിട്ട് ഈ ബാഗ് ഈ കാർട്ടന്റെ ഉള്ളിലായിരുന്നു. ഞാൻ എന്നാലും ഓഫീസിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കിതൊന്നും ലൈഫിൽ നെസസറി ഒന്നുമല്ല. പക്ഷെ ഇങ്ങനെ എന്തൊക്കെയോ ആ ഒരു സമയത്ത് ഒരു കുന്തളപ്പിന് വാങ്ങാന്നല്ലാതെ. അപ്പൊ ഞാൻ ആലോചിക്കും, ഇപ്പൊ എന്റെ അമ്മ എങ്ങനെ ഇത് കാണുന്നുണ്ടെങ്കിലോ, കാണുന്നുണ്ടെങ്കിൽ അമ്മ എന്തായാലും കാണും. എന്നിട്ട് എനിക്ക് അതിനുള്ള ചീത്തൊക്കെ കേൾക്കും. വെറുതെ അല്ലാതെ ഇത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ എന്നോട് പറയും. പക്ഷെ ഞാനത് മനസ്സിലാക്കുന്നു. ഈ വൈകിയ വേളയിൽ ഞാനത് മനസ്സിലാക്കി. ഞാൻ 2 മാസമായിട്ട് ഞാൻ ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല, ഓണസ്റ്റ്ലി. ഇനി ഇതൊക്കെ എക്സ്പയറി ഡേറ്റ് ആവാതെ ഞാൻ ഒന്നും പർച്ചേസ് ചെയ്യില്ല. ഇവിടെ കൊട്ടക്കണക്കിന് കത്രികകളുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് മുറിക്കാനൊന്നുമില്ല. മണിക്കൂറുകളോളം നിന്ന് ഡാൻസ് ചെയ്തിരുന്ന ഞാനാണ്. ഇപ്പൊ എനിക്കൊരു മുട്ടുകാല് നിർത്താൻ പറ്റില്ല. ഇത് നമ്മുടെ ഇത് ആഭരണ പെട്ടിയാന്ന് വിചാരിക്കും, പക്ഷെ അല്ല, മേക്കപ്പ് ബ്രഷ് ഇടുന്ന സാധനം. ഓ, വാച്ച് ഇതിലായിരുന്നു. ഇനി ഞാൻ എത്ര നോക്കിയെന്നറിയോ, രാവിലെ ഓഫീസിൽ പോകുന്ന നേരത്തെ കിട്ടിയില്ല. ഓക്കെ, ദാറ്റ്സ് പെർഫെക്റ്റ്. മേക്കപ്പ് ബ്രഷ് എപ്പോഴും നമ്മൾ പൊടിയില്ലാത്ത സ്ഥലത്ത് സൂക്ഷിക്കണം, അതാണ് ബിഗ്ഗസ്റ്റ് ടാസ്ക്. ദിസ് ഈസ് മൈ ഫേവറേറ്റ്. കൊലുസ് എനിക്ക് ഇഷ്ടമാണ്. കൊലുസ് ഓഫീസിൽ പോകുമ്പോൾ ഞാൻ ഫോർമൽസ് എല്ലാം ഇടുന്നേ. ആലോചിച്ചൊക്കെ എനിക്ക് ഇത് എവിടേക്കും ഇടാൻ പറ്റുമോ? എന്റെ കൊതി തീർക്കാൻ ഞാൻ രാത്രി അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ചിലപ്പോൾ 5 മിനിറ്റ് ഇതിട്ട് നടക്കും. എന്നിട്ട് ഞാൻ ഊരി വെക്കും. വിഷമമാണ് എനിക്കിത് ആലോചിക്കുമ്പോൾ, എനിക്കിത് ഇടാൻ പറ്റാത്ത ആലോചിക്കുമ്പോൾ. ഞാൻ പണ്ട് ലുലുവില് ഇത് വാങ്ങിയ ദിവസം ഇങ്ങനെ ഈ ചെലങ്ക അണിഞ്ഞു പോയിട്ടുണ്ട്. ചിലർക്ക് ഇഷ്ടാട്ടോ, ചിലർക്ക് ഇഷ്ടാവില്ല. You need me everywhere. Better? Finish it then once. Thank you. ഈ കണ്ണാടി മുഖത്ത് വെക്കാൻ കൊള്ളൂല, ഇങ്ങനെ വെക്കാൻ കൊള്ളാട്ടോ. ഹെയർ ബണ്ണൊക്കെയാണ്, പക്ഷെ ഇത് ഒക്കെ പുറത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ബൺ പോലെ ഇങ്ങനെ എത്ര കാലം ഇട്ട് കഴിഞ്ഞാലും പുറത്ത് ജീവിക്കുന്ന ബണ്ണുകളല്ല. കേട് അങ്ങനത്തെ കല്ലുമുത്തുള്ള ബണ്ണുകളാണ്. ഒരു 5000 ലിപ്സ്റ്റിക്കുകളും ലിപ് ലൈനറുകളും. Can you stop it? സ്മൂത്തി പ്രിപ്പയർ ചെയ്യാണ് കളറ്. ഇത് മറ്റേ നമ്മള് എന്താ പറയാ, പിങ്കും ഗ്രീനും കൂടെ ഉള്ള സാരിയില്ലേ, അതിന്റെ കൂടെ ഞാൻ അമ്പലത്തേക്ക് ഇട്ടിട്ട് എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ? പക്ഷെ അങ്ങനെയല്ല, ഭംഗിയായിരുന്നു. അത് ആരിട്ടാലും ഭംഗിയാണ് കേട്ടോ, ഞാൻ അങ്ങനെ പറയില്ല. കോമ്പിനേഷൻ ആണ് ഉദ്ദേശിച്ചത്. അവൾക്ക് കുടിക്കാൻ ഉണ്ടാക്കുന്നതാണ്, അന്നേരം ഞാനും കുടിക്കും. പിന്നെ ലോകത്ത് പെണ്ണുങ്ങൾക്ക് എത്ര ഇട്ടാലും മതിയാവാത്ത ഒരേ ഒരു സാധനം ഉള്ളൂ, അത് പിന്നാണ്. ഒരേ ഒരു സാധനമല്ല, കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ പിന്നെ വെരി ബേസിക്. എന്ന് വെച്ചാൽ 10 വയസ്സ് മുതൽ 90 വയസ്സുള്ള അമ്മമാരോട് ചോദിച്ചാലും മതിയാവാത്ത സാധനം പിന്നെ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏത് ഏജ് റേഞ്ചിൽ ഒരു 10 വയസ്സ് മുതൽ ഞാൻ എപ്പോഴും എന്റെ ബാഗിൽ ഒരു സെറ്റ് സേഫ്റ്റി പിൻ ഉണ്ടായിരിക്കും. വാട്ട് വിമൻ നീഡ് ദ മോസ്റ്റ് ഇൻ എവറി ഏജ്, അത് എന്നത് സേഫ്റ്റി പിൻ. കറക്റ്റ്. ഇതാണ് ഞാൻ പറഞ്ഞ നെക്സ്റ്റ് ഈജിപ്തിന്റെ കൗണ്ടറിന്ന് വാങ്ങിയ അവിടുന്ന് വാങ്ങിച്ച സ്ക്രബാണിത്. ഇതിന്റെ സ്മെല്ല് വെച്ചാൽ സാൻഡൽ ആണ് ഇതിന്റെ സ്മെല്ല്. ഇങ്ങനെ ഇതൊരു കോമ്പിനേഷൻ ആണ് പോലും. എന്ന് വെച്ചാൽ ഓരോ ഭാഗത്തും ഓരോ സ്മെല്ല്, മനസ്സിലായോ? ഞാൻ അധികം ഡീറ്റെയിൽ ആയി പറയില്ല, പക്ഷെ അങ്ങനെയാണ് വേണ്ടത്. ഇത്ര നമുക്ക് അങ്ങനെ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. മാൻഡലിക് ആസിഡ് ക്ലീൻ സ്ക്രബ് ജെൽ ആണ്. ഇട്ടിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ദേഹത്ത് നമ്മളിപ്പോ നമ്മൾ കുതിർന്നു എന്ന് വിചാരിക്കുക കുറെ നേരം വെള്ളത്തിലൊക്കെ. അപ്പൊ നമുക്കിങ്ങനെ ഇങ്ങനെ 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 ഉരുണ്ട് വരില്ലേ മുഖത്തില്, നമ്മുടെ സൂപ്പർഫിഷ്യലി ഉള്ള സ്കിന്ന് പീലാവും ഇതൊന്നും. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. നല്ല പ്രൊഡക്റ്റ്. ആഭരണ പെട്ടി. ഇനി അതോരോന്ന് പെർക്കിയും കൂടെ കാണിച്ചു കഴിഞ്ഞാലില്ലേ, ഞാൻ വല്ല കുറ്റബോധം വന്നിച്ചാവും. ഇതൊന്നും ഇടാൻ പോലെ എനിക്ക് ജീവിതത്തിൽ പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പോ ആസ് ഓഫ് നൗ എനിക്കിതൊന്നും ഇടേണ്ട ഒരു കാര്യമില്ല, ആവശ്യമില്ല, സാഹചര്യമില്ല, സന്ദർഭവും ഇല്ല. സ്റ്റോറേജ് ബോക്സ്, നമ്മൾ മാലകളൊക്കെ, പിന്നെ മാല, വള, പാദസരം, അങ്ങനത്തെ കുഞ്ഞിങ്ങനെ വീട് പോകുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ ഇതൊക്കെ പാക്കേജ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഹാൻഡ് ചെയിൻ, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലിങ്ങനെ സ്റ്റോർ. ഓർമ്മകൾ തലോടും പോലെ. ആഫ്റ്റർ ഷേവ് ലോഷൻ. It smells really good. നമ്മുടെ കാൻഡി ഡസ്റ്റിംഗ് പൗഡർ, ചൂടുകാലത്തൊക്കെ നൈസിലൊക്കെ അതുപോലെ. Say that loud. എപ്പോ
അങ്ങനെ എനിക്കനെ ഇപ്പൊ എങ്ങനെ ഇരിക്കണ് പറഞ്ഞു അവള് പഠിച്ച്. ഇതിന് വലിയ യൂസ് ഒന്നുമില്ല, പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം പണ്ട് ഞാൻ ഷൂട്ടിനൊക്കെ പോയിരുന്ന സമയത്ത് എന്റെ കൂടെ സഞ്ചരിച്ചിരുന്ന ബാഗ് ഇതാണ്. ഇതിനോട് എനിക്ക് ഇമോഷണൽ കണക്ട് ഉണ്ട്. ബ്യൂട്ടി എൻഹാൻസിംഗ് പ്രോഡക്ട്സ് ആണ് എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ആണ്. നത്തിങ് ഇസ് ഗോണ ഹാപ്പൻ, ബട്ട് സ്റ്റിൽ ദിസ് ഇസ് എ ബ്യൂട്ടി സപ്പോർട്ട്. വൈറ്റമിൻ സി ഹൈലൂറോണിക് ആസിഡ് കോമ്പിനേഷൻ. മറ്റേ നമ്മൾ വെള്ളത്തിലിട്ട് കുടിക്കുന്ന ഗുളികല്ലേ അത്, അതിന്റെ തന്നെ ഒരു 5000 ഉണ്ടായിരിക്കും ഇതിൽ കാണിക്കേണ്ടാത്ത കുറച്ച് സാധനങ്ങൾ ഉണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല. ദിസ് ഇസ് ടാമ്പൺസ്, ബട്ട് ഐ എം നോട്ട് യൂസിങ് ഇറ്റ്. ബോഡി ബട്ടർ ആണ് ഇത്, എന്റെ ഫേവറേറ്റ് ബോഡി ബട്ടർ ആണ് ഇത്. നമ്മുടെ ബോഡി വാഷ്, ബാത്ത് ബോഡി വാഷ്. 2-3 ബാക്കിയുള്ളതാണ് കേട്ടത്. ഇതിനേക്കാളും ഉണ്ടായിരുന്നുണ്ട്. ഇത് നോർമൽ ഇലക്ട്രോലൈറ്റ് ആണ്, നമുക്ക് ക്ഷീണമൊന്നുമില്ല. ഇത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ്, കാരണം ഇതിൽ ORS ഗുളികാക്കിട്ടിരിക്കുക എന്നുള്ള പോലെ ഉള്ളൂ. ജസ്റ്റ് ഇലക്ട്രോലൈറ്റ് ടാബ്ലറ്റ്സ്. ഇത് മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ്. പിന്നെ ഇത് ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ പറ്റും വൈറ്റമിൻസ്. ട്രിമ്മർ നമുക്ക് ഇതിന് 3-4 ബ്ലേഡ്സ് ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര ഗുഡ് ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് എനിക്കൊക്കെ രോമമുള്ളവർക്കൊക്കെ റിമൂവ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. I'm like, I'm not using anything. Why? They'll think why I'm not using this. സെറ്റാണ്, അടിപൊളി സെറ്റ് സാധനമാണത്. പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്താൽ എല്ലാം അടിപൊളിയാണ്. ഇത് നമ്മുടെ മരുന്ന് പെട്ടി. ഞങ്ങൾക്ക് ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ദൈവം സഹായിച്ച് ഇതും ഞാൻ യൂസ് ചെയ്യാറില്ല. എന്നാൽ വെച്ചാൽ എനിക്ക് ആവശ്യം വരാറില്ല. പക്ഷെ തലവേദന ടാബ്ലറ്റ് മാത്രം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 2-3 ദിവസം അടുപ്പിച്ച് എനിക്ക് ആവശ്യം വരാറുണ്ട്. അതർവൈസ് ഇത് യൂസ്ഫുൾ അല്ല എനിക്ക്. പക്ഷെ ഐ ക്യാരി ദിസ് ഇസ് എമർജൻസി മെഡിസിൻസ്. ഈ ഫേസ് വാഷ് എനിക്ക് ഇഷ്ടമല്ല, കാരണം ഇതൊരു പ്രോപ്പർ ക്ലെൻസിങ് തരാത്ത പോലെ തോന്നും. കാരണം എന്റെ സ്കിന്നിന് ഇങ്ങനെ ഞാൻ പുറത്തെല്ലാം ട്രാവൽ ചെയ്യുന്നതും പുറത്ത് പോകുന്നതും അതുകൊണ്ടാണെന്ന് അറിയില്ല, ഈ സെറ്റപ്പിൽ എനിക്ക് ഭയങ്കര ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുക. എനിക്ക് മുഖത്തുള്ളത് മൊത്തം ക്ലിയർ ആവാത്ത പോലെ ഒരു ഫീലാണ്. പക്ഷെ ഇത് ഫോം ഫേസ് വാഷ് ആണ്. ഇതിന്റെ തന്നെ ഫോം ഫേസ് വാഷ് ഉണ്ട് ആക്ച്വലി. ഇത് വയലറ്റ് അല്ലേ ഇതിന്റെ ക്യാപ്പ്. എന്റെ ഓർമ്മയിൽ ഒരു ബ്ലൂ കളർ ഫോം ഫേസ് വാഷ് ഉണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ആ സമയത്ത് എനിക്ക് പിമ്പിൾസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതും കുറച്ചൊക്കെ എനിക്ക് എഫക്റ്റീവ് ആണ്, കുറച്ചൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാലും കമ്പാരിറ്റീവ്ലി ദിസ് ഇസ് എ വേസ്റ്റ്, ദിസ് ഇസ് എ അമേസിംഗ് തിങ്. ഇതൊരു മെഡിക്കൽ ഫേസ് വാഷ് ആണ്. ഇത് ഗുഡ് ആണ്, ബയോഡർമയുടെ ആണ്. പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷെ ഇത് ഗുഡ് ആണ്. എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്ത ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലതാണ്. ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ ഗുഡ് ആണെന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് എന്താ അത് ഫീൽ ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. പിന്നെ എന്റെ സ്കിന്നിന് അങ്ങനെ വളരെ റെയർ ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പൊ സെറ്റപ്പിൽ തന്നെ ഫോമിംഗ് ഫേസ് വാഷ് മാത്രം, ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു സെറം ഉണ്ട്, ആ സെറം മാത്രം, പിന്നെ ഇനി വേറെ എന്തെങ്കിലും അത് മാത്രമേ ശരിക്കും പറ്റുള്ളൂ. പക്ഷെ ഇതെല്ലാം വാങ്ങിക്കൂട്ടുന്നുണ്ടെന്നല്ലാണ്ട് റിയാലിറ്റിയിൽ ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചത്. ഇത്രയേ ഉള്ളൂ. ബിക്കോസ് ഐ വാസ് വണ്ടേർഡ്. ഇത്രയും സാധനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു. ഞാൻ എപ്പോഴാണ് ഇത്രയും വാങ്ങിക്കൂട്ടിയെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മളറിയാതെ നമ്മൾ റിയാലിറ്റിയിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട് ഒരുപാട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ദിവസം അതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെക്കേണ്ട ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും അതോർത്ത് വിഷമിക്കില്ല എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നില്ലേ. ഓക്കെ, അപ്പോൾ ഇത്ര നേരം നമ്മുടെ അണിയറയിൽ പ്രവർത്തിച്ച പ്രിയ, ബട്ട് ഷീ ഈസ് നോട്ട് ദാറ്റ്. ഇന്ന് മൂപ്പരാള് മേക്കപ്പിലല്ല, റെഡി അല്ല. ഷീ സേസ് ദാറ്റ് ഷീ ഈസ് ലുക്കിംഗ് മെസ്സി ആൻഡ് ഓൾ ദോസ്, ബട്ട് നോ, ഷീ ഈസ് റിയലി ഗുഡ്, ഷീ ഈസ് റിയലി ബ്യൂട്ടിഫുൾ. പക്ഷേ ഇന്ന് ഫേസ് റിവീലിനുള്ള സമയമായില്ല എന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ സം അനദർ ഡേയ്സ് ഫോർ ഹർ ഫേസ് റിവീൽ. See, everybody will be too curious, okay? Yeah, so that's it. So subscribe. Idipo share cheyanonnilla, so don't share, but watch and subscribe to my channel. Yeah, thank you so much. Bye bye.